ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യെശയ്യാവിനെ കുറിച്ച് ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. പ്രവാചകരിൽ ഏറ്റവും വലിയവനായി കണക്കാക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസനായ യെശയ്യാവിനെ ഇന്ന് നാം കണ്ടുമുട്ടുന്നത് നല്ലതായിരിക്കും. യെശയ്യാവ് എന്ന പേരിന്റെ അർത്ഥം കർത്താവിന്റെ രക്ഷ എന്നാണ്. അദ്ദേഹം BC 740-നും 700-നും ഇടയിൽ ജീവിച്ചിരുന്നു. ഇസ്രായേലിൽ ദൈവം അഭിഷേകം ചെയ്ത എല്ലാ പ്രവാചകന്മാരിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അദ്ദേഹം ആമോസിന്റെ മകനായിരുന്നു. ഒരു ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ 4 രാജാക്കന്മാരുടെ ഭരണകാലത്ത് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ഒടുവിൽ മനേശ രാജാവിന്റെ കീഴിൽ രക്തസാക്ഷിത്വം വരിച്ചു. 2 വെട്ടിയതായി പാരമ്പര്യം നമ്മോട് പറയുന്നു. മറ്റേതൊരു പ്രവചന പുസ്തകത്തെക്കാളും യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവയെക്കുറിച്ച് യെശയ്യാവ് വിശദമായി പ്രവചിച്ചു. ബൈബിളിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ യെശയ്യാവിന്റെ പുസ്തകത്തിനും 66 അധ്യായങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾക്കടുത്തായി പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണിത്. മിശിഹായെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നതിനാൽ പല ബൈബിൾ പണ്ഡിതന്മാരും യെശയ്യാവിനെ 5-ാമത്തെ സുവിശേഷം എന്ന് വിളിക്കുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരെ പിന്തുടർന്ന് മത്തായിയുടെ സുവിശേഷം പ്രത്യേകിച്ച് യെശയ്യാവിൽ നിന്ന് പലപ്പോഴും ഉദ്ധരിക്കുന്നു. മത്തായി 12-ാം അധ്യായം 17-ാം വാക്യം, 13-ാം അധ്യായം 14-ാം വാക്യം, 15-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാം. പുതിയ നിയമത്തിൽ 11 സ്ഥലങ്ങളിൽ യെശയ്യാവിനെ പ്രവാചകൻ എന്ന് പരാമർശിച്ചിരിക്കുന്നു. ഒരു പ്രവാചകൻ ആരാണ്? വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവനാണ്. ദൈവത്തിന്റെ വക്താവാണ്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന രാജാക്കന്മാരുടെ മുൻപാകെ നിൽക്കുന്നവനാണ്. ദൈവത്തിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമാണവൻ. തന്റെ പ്രവചന ശുശ്രൂഷയിൽ യെശയ്യാവ് വിശ്വസ്തനും സത്യവാനുമായിരുന്നു. അവൻ ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചില്ല, മറിച്ച് ദൈവത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നു. പ്രവാചകന്റെ മറ്റൊരു പേര് ദർശകൻ എന്നാണ്. ഈ സ്ഥാനപ്പേര് പലപ്പോഴും പ്രവാചകനായ ശമൂവേലിനാണ് നൽകിയിരുന്നത്. ആത്മാവിലായിരിക്കുമ്പോൾ ദർശനങ്ങൾ സ്വീകരിക്കുകയും ദൈവത്തിന്റെ അറിവ് അറിയിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവചനം. ഇത് ആളുകൾക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ പ്രത്യേക വ്യക്തികൾക്ക് പ്രവാചക അഭിഷേകം നൽകിയിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് സഭയ്ക്ക് പ്രവചനദാനവും പ്രവാചകന്റെ സ്ഥാനവും നൽകിയിട്ടുണ്ട്. കർത്താവ് പറയുന്നു, പിന്നെ അവൻ അരുളി ചെയ്തു, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഇത് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന ആത്മാവിന്റെ ദാനങ്ങൾക്കായി നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ ദാഹവും വാഞ്ചയും ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് പോലെ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഇത് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ കർത്താവ് ഒന്നു തന്നെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം 1 തീമോഥെയോസ് 4-ാം അധ്യായം. ആമേൻ.